കർക്കടകം ദുർഘടമാവില്ല ഇങ്ങനെ ജീവിച്ചാൽ. ഏവർക്കും ദീപാലക്ഷ്മി ടോക്സിലേക്ക് സ്വാഗതം. കർക്കടകം എന്നത് മലയാളിയെ സംബന്ധിച്ച് ഒരു ആചാരാനുഷ്ഠാന പ്രാധാന്യമുള്ള മാസമാണ്. തോരാതെ പെയ്യുന്ന മഴയിൽ മനുഷ്യൻ അവൻ്റെ വീടുകളിൽ തന്നെ കഴിയേണ്ട അവസ്ഥ. ആ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ കൃഷിയെ മാത്രം ആശ്രയിച്ചായിരുന്നല്ലോ ജീവിതം പുലർത്തിയിരുന്നതും. ഇവിടെയാണ് നമ്മുടെ പൂർവിക ആചാര്യന്മാർ കണ്ടുപിടിച്ച വിദ്യ. ആരോഗ്യ സംരക്ഷണം ശരിയായ രീതിയിൽ എങ്ങനെയാവണം എന്നതാണ് ഈ കർക്കടക ചികിത്സയിലൂടെ കാണിച്ചു തരുന്നത്. വലിയ ഉഷ്ണകാലത്തിൻ്റെ ശേഷം വരുന്ന മഴക്കാലത്തേക്ക് കടക്കുമ്പോൾ ശരീരത്തിന് പല മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇതിനെ തരണം ചെയ്യാനാണ് കർക്കടക ചികിത്സ കൊണ്ടുവന്നത്. മനസ്സിനും ശരീരത്തിനും സ്വസ്ഥത ഉണ്ടാക്കുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യവും. ഈ സമയത്ത് പല സാംക്രമിക രോഗങ്ങളും പിടിപെടുന്ന അവസ്ഥ. പുറത്തിറങ്ങാനൊന്നും പറ്റാത്ത ഈ സമയത്ത് നമ്മുടെ തൊടികളിൽ നിന്ന് തന്നെ കിട്ടുന്ന ചില ഔഷധ ചെടികൾ ഉപയോഗിച്ച് കഞ്ഞി ഉപയോഗിച്ച് കുടിക്കുക എന്നതായിരുന്നു ലക്ഷ്യവും. കർക്കിടക ചികിത്സ എന്നത് ഒരു പ്രത്യേക ചികിത്സാ പദ്ധതിയാണ്. ആഹാര വിഹാരക്രമം ഏകദേശം 7 ദിവസം മുതൽ 28 ദിവസം വരെ നീണ്ടു നിൽക്കുന്നത്. ഇതുവഴി ശരീരത്തിനും മനസ്സിനും ഉന്മേഷം നൽകുന്നു. കൂടാതെ പ്രതിരോധശേഷി, രക്തചംക്രമണം എന്നിവയും മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു. അഗ്നിബലം കുറഞ്ഞിരിക്കുന്ന അവസ്ഥ, ത്രിദോഷങ്ങൾ അസന്തുലിതമാവുകയും അതുവഴി പല രോഗാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഈ സമയത്ത് ദഹിക്കാൻ പാടുള്ള ആഹാരം ഒഴിവാക്കുക. ലഘുവായതും ചൂടുള്ളതും ശീലമാക്കുക. തുളസിയില, ചുക്ക് എന്നിവയിട്ട വെള്ളം ചെറു ചൂടോടുകൂടി കുടിക്കുക. വളരെ ലളിതമായി ഇഞ്ചി, കുരുമുളക്, ജീരകം, ഉലുവ എന്നിവയിട്ട വെന്ത കഞ്ഞി കുടിക്കാവുന്നതാണ്. ഇത് ശരീരത്തിന് ബലവും രക്തശുദ്ധിയും ദഹനവും നൽകുന്നു. 7 മുതൽ 14 ദിവസം വരെ ഇത് സേവിക്കാവുന്നതാണ്. അതിനായി ഞവരയരിയാണ് ഏറ്റവും അത്യുത്തമം. ശ്രദ്ധിക്കണം, കർക്കിടകത്തിന് മുള്ളിന് പോലും വിഷം. മനുഷ്യബന്ധങ്ങളുടെ നശ്വരത രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. ജീവിത ബന്ധങ്ങളുടെ മൂല്യവും. രാവും പകലും രാമായണ മുഖരിതമാവുന്ന പുണ്യമാസം. രാമായണ പാരായണം കുട്ടികളിൽ അക്ഷരശുദ്ധിയും പദശുദ്ധിയും ഉച്ചാരണശുദ്ധിയും വരുത്തുന്നു. ഇതായിരുന്നല്ലോ എഴുത്തച്ഛൻ്റെ ലക്ഷ്യവും. എല്ലാവർക്കും നമസ്തേ.